എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയായ അതേപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചീനച്ചട്ടിയിൽ ഒഴിക്കുന്ന നല്ലൊരു പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പലഹാരം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അതെനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നിരുന്ന ഈ അപ്പമാണ്. നല്ല ടേസ്റ്റിയാണത്. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിലേക്ക് വേണ്ടത് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ പച്ചരിയാണ് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 4 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ അത് പച്ചരി കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 3 കട്ട വെല്ലമാണ് കേട്ടോ. അതിൻ്റെ എത്ര തൂക്കം വെയിറ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ ആവറേജ് 200 ഗ്രാമിൻ്റെ അടുത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ ആകുമ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ വരുമായിരിക്കും. 200 ഗ്രാമോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ. പിന്നെ നമുക്ക് പച്ചരി ഒന്ന് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു അത്യാവശ്യം വലിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പച്ചരി ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ ഞാൻ പച്ചരി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അളവിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം അരയ്ക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. മട്ടേരി ഏത് വേണമെങ്കിൽ ആവാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 സ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്ര ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കായും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജീരകം കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്താണെങ്കിൽ അത് ചേർക്കുന്നില്ല. ഇനി ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അരി കുതിരേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കുകയും കൂടി വേണം കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ, ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വെല്ലം ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ വെല്ലവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഡാർക്ക് കളറല്ല കേട്ടോ, ഒരു ലൈറ്റ് കളറായിട്ടുള്ള വെല്ലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്നാക്ക് ഒരുപാട് ഡാർക്ക് നമ്മുടെ എണ്ണയപ്പത്തിൻ്റെ ആ കളർ പോലെ വരില്ല. കുറച്ച് ലൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ അതുണ്ടാവുക. നമ്മുടെ വെല്ലം ഉരുക്കി വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചീനിച്ചട്ടി വയ്ക്കാം വേറൊരു അടുപ്പിലോട്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂണ് കൂടുതൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് നമ്മുടെ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ തേങ്ങ ചിരകിയിട്ടിട്ടാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കടിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ അത് ഇവിടെ വലിയ താല്പര്യമില്ല കേട്ടോ. തേങ്ങാക്കൊത്ത് നമ്മുടെ മാളൂട്ടിയൊന്നും അധികം പൂവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുള്ളൂ എപ്പോഴും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ വെല്ലം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ചൂടോടുകൂടി അടുപ്പിൽ നിന്ന് ഇറക്കിയതോടുകൂടി ഞാൻ ഈ മാവിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. പ്രസ് ചെയ്യാൻ വെക്കേണ്ട, ചൂടാറണ്ട, അങ്ങനെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ വെല്ലത്തിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടത്. ഈ ലൂസായിട്ടിരിക്കണം കേട്ടോ നമ്മുടെ മാവ്. ഒരുപാട് ടൈറ്റ് ആവാനും പറ്റില്ല. ഈ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മുടെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തും ഈ ഗ്യാപ്പിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് അതിൽ. ഇതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് കളർ കണ്ടിട്ട് നിങ്ങൾ മധുരം കുറവാണെന്ന് വിചാരിക്കേണ്ട, നല്ല മധുരം ഉണ്ട് കേട്ടത്. അപ്പോൾ ഇത്രയും തന്നെ ഇത് കളർ വെള്ളത്തിൻ്റെ കളറിൻ്റെതാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി. ഇതിലിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കേട്ടോ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുകയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത്. അതല്ല നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കാം. അപ്പം നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചിട്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോൺ സ്റ്റിക്ക് കല്ല് അങ്ങനെയൊന്നും അല്ല നമ്മൾ എടുക്കുന്നത്. അപ്പക്കല്ലൊന്നും ആവശ്യമില്ല. നമ്മൾ ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഒരുപാട് ഒഴിക്കുകയല്ല ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ 2 തവിയാണെന്ന് കോരി ഒഴിക്കാൻ പോകുന്നു കേട്ടോ. നമുക്കിനി ഒരു തട്ട് വെച്ച് ഒന്ന് അടച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് വയ്ക്കാം കേട്ടോ. നമുക്ക് ലോ ആൻഡ് മീഡിയം ആണ്. ഒരുപാട് ഫ്ലെയിം കൂട്ടി പറഞ്ഞാൽ അടിവശം കരിഞ്ഞ് പോവും. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏവറേജ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ചീനച്ചട്ടിയിൽ അപ്പം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള പേരിടാൻ. സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കൊതിപ്പിക്കുന്ന ഒരു അപ്പം തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാനും എൻ്റെ ചെറിയ ഏട്ടനുണ്ട്, എനിക്ക് 2 ഏട്ടന്മാരാണ്. അപ്പോൾ ഞങ്ങൾ അടിയാവുക ചെയ്യുക കേട്ടോ. ഒന്നിന് ഷെയർ ഇട്ട് എടുക്കും, ഒന്ന് കംപ്ലീറ്റ് അപ്പോൾ കിട്ടില്ല, അപ്പോൾ ഒന്നിന് ഷെയർ ഇട്ട് രണ്ടാളും കൂടി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണത്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആണുള്ളൂ കേട്ടോ, സൈഡ് ക്രിസ്പിയും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. എങ്കിലും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.